കേരള മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. കെ.എസ്.യു. പ്രവർത്തകനായി വന്ന് കേരള മുഖ്യമന്ത്രി വരെയാകാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം കൃത്യമായി ഗൃഹപാഠം ചെയ്താണ് മത്സരിക്കാനിറങ്ങിയത് എന്ന് റിസൾട്ട് വന്നതിന് ശേഷമുള്ള കേരളത്തിലെ കാര്യങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. ഇനി മുഖ്യമന്ത്രിയായി ഇനി ഇതോടെ പ്രശ്നങ്ങൾ തീർന്നു എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവിടെ തെറ്റി. ഇനിയാണ് മന്ത്രിമാർക്ക് വേണ്ടിയുള്ള കളികൾ നടക്കാൻ പോകുന്നത്. കോൺഗ്രസിന് എത്ര മന്ത്രിമാർ, യു.ഡി.എഫിലെ മറ്റ് ഘടകകക്ഷികൾക്ക് എത്ര മന്ത്രിമാർ, ഏതൊക്കെ വകുപ്പുകൾ, സുപ്രധാന വകുപ്പുകൾ ആർക്കൊക്കെ എന്നുള്ളതിൻ്റെ മത്സരമാണ്. ഇനി കളികളാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെയിരിക്കെ ഇനിയും ഭരണം വൈകാൻ കാരണമാകും, ഇനിയും ഭരണത്തിന് സമയമെടുക്കുമെന്നുള്ളതാണ്. സത്യത്തിൽ വളരെ ചുരുക്കം സമയം കൊണ്ട് എടുക്കേണ്ടിയിരുന്ന ഒരു തീരുമാനം, ഒരാളെ കൂടെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന് 2 പേർ തമ്മിലുള്ള മത്സരം 3 പേരിലേക്ക് എത്തിച്ചത് ഹൈക്കമാൻഡിൻ്റെ ഒരു ഗെയിമായിരുന്നു എന്നതാണ്. 2 പേർ തമ്മിൽ മത്സരമാകുമ്പോൾ ഒരാളെ തഴയുമ്പോൾ ഇത് പ്രവർത്തകർക്കിടയിൽ ഒരു ഗ്രൂപ്പിസം ഉണ്ടാവുകയും എരിത്തിരിവ് ഉണ്ടായി അത് ഒരു അസ്വാരസ്യങ്ങൾക്ക് കാരണമാകുമോ എന്ന് ഹൈക്കമാൻഡിൻ്റെ ഭയമാണോ അതോ കെ.സി. വേണുഗോപാലിന് ഡൽഹിയിലെ പ്രവർത്തനം മതിയായോ എന്നുള്ളതാണ്. എന്തായാലും യൂത്ത് കോൺഗ്രസ് എം.എൽ.എമാരൊന്നും വി.ഡി. സതീശൻ്റെ കൂടെ ഇല്ല എന്നുള്ളതാണ്. സീനിയറായിട്ടുള്ള നേതാക്കന്മാർ മാത്രമാണ് വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്നത്. വി.ഡി. സതീശൻ ഇപ്പോൾ ഒരു പ്രഖ്യാപനം കൊണ്ടുവന്നിരിക്കുകയാണ്. പഴയ പിണറായി വിജയനെ പോലെ 10-12 വാഹനവ്യൂഹം ഉണ്ടാകില്ല, 2 വാഹനങ്ങൾ മാത്രം മതി എന്നുള്ളത് നല്ല തീരുമാനം. നിയുക്ത മുഖ്യമന്ത്രി സീനിയർ നേതാക്കളെ കാണുന്ന തിരക്കിലാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നല്ല പ്രഖ്യാപനങ്ങൾ നടത്തുകയും ജനങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ വി.ഡി. സതീശനോ രമേശ് ചെന്നിത്തലയോ കെ.സി. വേണുഗോപാലോ ആരെങ്കിലും മുഖ്യമന്ത്രി ആയാൽ ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യം അവരുടെ കാര്യങ്ങൾ കേൾക്കുന്ന ഗുണപ്രദമായ നല്ല ഭരണം ആണ്. സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ ഇത്തവണ മുഖ്യ പങ്ക് വഹിച്ചതിൽ ഒരു കാരണം മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയുമാണ്. ഈ മാധ്യമങ്ങൾ തന്നെ നാളെ തെറ്റുകൾ കണ്ട തിരുത്തി പറയും എന്നുകൂടെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. മാധ്യമങ്ങൾ മത്സരം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ന്യൂസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഇപ്പോൾ പ്രതിപക്ഷമായിട്ട് നിൽക്കുക മാധ്യമങ്ങളായിരിക്കും. CPM ആയിരിക്കില്ല മുഖ്യ പ്രതിപക്ഷം, മാധ്യമങ്ങളായിരിക്കും എന്നുകൂടെ ഓർക്കേണ്ടതാണ്. എന്തു തന്നെയായാലും ഇനിയൊരു തുടർഭരണം കൂടി ജനങ്ങൾ തയ്യാറാകുമോ എന്ന് കാണേണ്ടിയിരിക്കുന്നു. വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കാതെ സമചിത്തതയോടെ, വിഭാഗീയതയില്ലാതെ, വർഗീയതയില്ലാതെ, ജനങ്ങളെ വെറുപ്പിക്കാതെ നല്ല ഭരണം കാഴ്ചവെക്കാൻ വി.ഡി. സതീശന് ഒരു നല്ല ഭരണം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.